സുനിൽ, വോട്ടെണ്ണൽ തുടങ്ങിയോ? പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയോ? ഇല്ല, സാധ്യതയില്ല. 8 മണി ആയിട്ടേ ഉള്ളൂ. പോസ്റ്റൽ ബാലറ്റ് വേണ്ടേ? കൗണ്ടിംഗ് കേന്ദ്രത്തിലെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. ഒരു 10-15 മിനിറ്റ് സമയമായിരിക്കും ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക. ഇപ്പോൾ 8:01 സമയം. അപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യ സൂചന അല്പസമയത്തിനകം പുറത്തു വരും. ഇപ്പോൾ വരുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ചു. ദില്ലിയിലെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യ സൂചനകൾ വരും. റിപ്പോർട്ട് ചെയ്യുന്നത് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് കൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൗണ്ടിംഗിന്റെ പ്രൊസീജിയർ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കറക്റ്റ് എക്സാക്ട് 8 AM തുടങ്ങണം. 8 മണിക്ക് എല്ലാ ഉദ്യോഗസ്ഥരും കൗണ്ടിംഗ് ടേബിളുകളിൽ എത്തിയിട്ടുണ്ട്. 3 തലത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. 5000-ഓളം പോലീസിന്റെയും CAPFന്റെയും ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി വിൽ ബ്ലെയിം ദ EVMs ആഫ്റ്റർ ലൂസിംഗ് എന്ന് പറയുന്നുണ്ട്. BJPയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പഴിചാരും ആം ആദ്മി പാർട്ടി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ മാധ്യമങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് അറിയോ? കോൺഗ്രസ് ഇത്തവണ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ അതോ ഒരു വീണ്ടും വൈറ്റ് വാഷ് നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ്. വിജയത്തിന് ഒരു സാധ്യതയും കോൺഗ്രസ് കാണുന്നില്ല. സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ട്. ആ സാന്നിധ്യം ആം ആദ്മി പാർട്ടിക്ക് എത്രമാത്രം ആപ്പാവും എന്നുള്ളതാണ്. ആപ്പാകുമോ കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ കോൺഗ്രസ് ആപ്പ് വയ്ക്കുകയാണെങ്കിൽ BJP വീണ്ടും അധികാരത്തിലേക്ക് 27 വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലപ്രഖ്യാപന ദിവസമാണോ ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നോബൽ നമുക്കൊപ്പം ചേരുന്നു. നോബൽ, കൗണ്ടിംഗ് കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കൗണ്ടിംഗ് കേന്ദ്രങ്ങളും BJP മുന്നിൽ പോസ്റ്റൽ ബാലറ്റ് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റ് അതിന്റെ ആദ്യ സൂചനകൾ വരുന്നു. RK-പുരത്ത് BJP മുന്നിൽ. ഒരു കാര്യം ആദ്യമേ തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറയാം. പോസ്റ്റൽ ബാലറ്റിൽ ഏറിയ പക്ഷവും BJP അനുകൂല വോട്ടുകളായിരിക്കും ഉണ്ടാവുക. കേന്ദ്ര ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ മിഡിൽ ക്ലാസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും ഡൽഹി പോലീസിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, ദില്ലിയിലെ മിക്കവാറും സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുന്നവരാവട്ടെ, ഇവരെല്ലാവരും ദില്ലി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ കൂടിയാണ്. അവർക്ക് ഈ ടാക്സിലെ ഇളവുകൾ വലിയ ഗുണകരമായിട്ടുണ്ട്. എല്ലാ തവണയും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ദില്ലിയിൽ വോട്ടർമാർക്ക് BJPയോട് ഒരു വലിയ താല്പര്യം പോസ്റ്റൽ ബാലറ്റിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിലെ പല സൂചനകൾ ഒരു തരത്തിലും നമുക്ക് ഒരു ട്രെൻഡായിട്ട് രോഹിണിയിൽ BJPയുടെ വിജേന്ദ്ര ഗുപ്ത മുന്നിൽ. അപ്പോൾ 2 സീറ്റുകളിലെ ലീഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.